സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവ് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട് ഗൈസ്. അവരെല്ലാം കൂട്ടി നമ്മളിന്നൊരു നൈറ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇങ്ങോട്ടൊരു മച്ചാൻ പോകുന്നുണ്ടല്ലോ, ഇവിടെ നിൽക്കുന്നുണ്ട്. നൈറ്റ് നമ്മൾ എങ്ങോട്ടാണ് പോണേ? നമ്മൾ നേരെ മൗണ്ടൈനിലോട്ട് അങ്ങനെ കയറിയിട്ട് മൗണ്ടൈനിൽ ഒരു ക്യാമ്പൊക്കെ അടിച്ച് അവിടെ സെറ്റ് ചെയ്യാം. മൗണ്ടൈനിലോ മറ്റേ സുമതി വളവിലോട്ടൊന്നും പോയിട്ട് ക്യാമ്പ് അടിക്കാതിരുന്നാൽ മതി. അയ്യോ, അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതിൻ്റെ അടുത്ത് നമുക്ക് വേറെ ഒരു മലയുണ്ട്, അതിൻ്റെ മേളിലങ്ങനെ പോയിട്ട് ക്യാമ്പ് അടിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഇതാണ്ട് ഒരു തമ്പുരാൻസിന് ഒരു ബസ് കിടക്കുന്നുണ്ട്. അത് റിവീൽ കഴിഞ്ഞിട്ടില്ല ഈ അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ വാൻസ് അവിടെ ഉണ്ട്. നമ്മൾ മൊത്തം ഒരു 5-6 പേരുണ്ടാവും. എന്തായാലും അധികം ആൾക്കാരൊന്നും കൂട്ടിയിട്ടില്ല ഈ അത്യാവശ്യം ആൾക്കാരെ കൊണ്ടാണ് പോണത്. അതായത് നൈറ്റ് പോയിട്ട് ക്യാമ്പ് അടിക്കാനും ഒരു സ്ഥലം വേണ്ട ഈ അധികം ആൾക്കാരെ കൊണ്ട് പോയാലും ശരിയാവില്ല. പിന്നെ എങ്ങോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ബസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഈ അത്യാവശ്യം കുറച്ച് വർക്കെല്ലാം എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെയ്യാനുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഫ്രണ്ടിലൊന്നും വേറെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ ഫുള്ള് ഗ്രാഫിക്സ് മാത്രമേ ഉള്ളൂ. അതുകൂടെ ഒന്ന് സെറ്റാക്കി വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും എന്തായാലും അത് റിവീൽ കഴിഞ്ഞിട്ടില്ലേ അതിന് മുമ്പ് എന്തായാലും ആ മച്ചാൻ കൊണ്ട് വന്നതാണ്. ഇതിൽ കേസ് അധികം പറഞ്ഞ് ടൈം കളാതെ നമുക്ക് നമ്മുടെ കാർ എടുത്തിട്ട് ഇവിടെ നിന്ന് പോകാൻ നോക്കാം. കേസ് അവിടെ നിന്ന് ഒരു യെല്ലോ കളർ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ, അതേതാണ് ഗൈസ്? ഇത് സീന് കണ്ടോ? ഇതിൻ്റെ സ്പീക്കറാണോ ഇതിൻ്റെ ബൈക്കിൽ? നോക്കി ഗൈസ്, ഇതൊരു രക്ഷയില്ല കേട്ടോ. നോക്കി ഫുള്ള് ആ ഒരു ലൈറ്റെല്ലാം വെച്ച പോലെ ആക്കിയിട്ട് കണ്ടോ. ഗ്ലാസ്സിലൊക്കെ ബ്ലൂ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ് അല്ലാതെ മറ്റേ സ്റ്റിക്കറാണ്. പിന്നെ ഇതാ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഏറ്റവും മുന്നിൽ ഈ ഒരു വണ്ടി ഇതുപോലെ പെടുന്ന ആരും ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും കേസ് നമുക്ക് നമ്മുടെ കാറിലോട്ട് കയറിയിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി നോക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബസ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സിവിക്കെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 പേരെങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അൺലോക്ക് ആക്കാനൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കൂടെ വരാനായിരിക്കും മിക്കവാറും കേസ്. അപ്പോൾ ഞാൻ നേരെ കാറിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാൻ നോക്കാം. കാരണം അവിടെ പോയിട്ട് ക്യാമ്പ് അടിച്ചിട്ട് അവിടെ നിൽക്കാനുള്ളതാണ്. ഇപ്പോൾ രാവിലെ ആവാനായിട്ട് അവിടെ പോയിട്ട് ക്യാമ്പ് അടിച്ചിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ കുറച്ച് നേരത്തെ അവിടെ എത്തണം. ഇവരെല്ലാം പുറകെ വരുന്നുണ്ടോ ഗൈസ്? ഞാൻ കുറച്ച് സ്ലോ ആക്കിയിട്ട് നോക്കട്ടെ. ഇവരോട് ഞാൻ വരാൻ പറഞ്ഞായിരുന്നു, ഇവരെ കാണുന്നില്ല ആരെയും. നമ്മളിങ്ങനെ ഫ്രണ്ടിൽ പോയിട്ട് കാര്യമില്ല ഗൈസ്. നമ്മുടെ ഫ്രണ്ടിൽ ആരെങ്കിലും കയറി പോകണം, എന്നാലേ ആ ഒരു ഇതുണ്ടാവുള്ളൂ ഗൈസ്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ട്. പുറകിൽ ആരെങ്കിലും ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ ഗൈസ്. ആരെയും കാണുന്നൊന്നുമില്ല നോക്കിയിട്ട്. എന്നിട്ട് ആരും വരുന്നില്ല. പിന്നെ ഈ ഒരു റൂം ഞാൻ ഇട്ടിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തൊട്ട് ഓട്ടോ വാക്ക് എല്ലാവർക്കും ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സീനാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഒരു സിവിക്കും കൊണ്ട് മറ്റേ മച്ചാൻ നമ്മുടെ വേക്ക് വരുന്നുണ്ട്. ഈ മച്ചാനെയും കൂട്ടി പോകേണ്ടി വരുമോ? ബാക്കിയുള്ള ഒരു ഓട്ടോ വേക്കായോ ഇനി? ഓട്ടോ വേക്കിൻ്റെ സീൻ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ഈ റൂം ഇട്ടപ്പോൾ തൊട്ട് എല്ലാവരും വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു വീട്ടിലോട്ട് വരാൻ പറയുമ്പോൾ തന്നെ എല്ലാവരും ബാക്കായി പോകുമായിരുന്നു. എന്തായാലും ഈ സംഭവം കുറച്ച് ഫ്രണ്ടിലോട്ട് പോകാം, എന്നിട്ട് അവരെ നോക്കാം. എന്നിട്ട് അവരെ കണ്ടില്ലെങ്കിൽ കുറച്ച് നേരം ആ റോട്ടിലേക്ക് ഇറങ്ങി എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് പോവാം. അതായത് ഞാൻ നേരെ പോട്ടെ കേട്ടോ. ആ സിവിക്ക് ഫ്രണ്ടിൽ കയറി പോവുകയാണെങ്കിൽ ഒരു രസമുണ്ടായിരുന്നു കാണാൻ. അതിൽ കാണുന്നൊന്നുമില്ല മച്ചാനെ. അത്യാവശ്യം നല്ല സ്ലോയിലാട്ടോ പോകുന്നത്. ആ സൗണ്ട് നിങ്ങൾ നോക്കണ്ട, നമ്മൾ ആ സൗണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കുന്നതേ ഉള്ളൂ. വലിയ സ്പീഡിലൊന്നും പോകുന്നില്ല. ഞാൻ അതോടെ നോക്കട്ടെ ആ സിവിക്ക് കയറി പോകുന്നുണ്ടോയെന്ന്. കാരണം സിവിക്കിനെ നമ്മുടെ ക്ലാസ്സിലൊന്നും കാണുന്നില്ല. ഇപ്പോൾ സിവിക്കും പോയോ? എന്തായാലും ഈ ഒരു സ്ഥലത്ത് അങ്ങനെ നിർത്തിയിട്ട് നോക്കാം. അല്ലേ സിവിക്ക് വരുന്നുണ്ട്, പക്ഷേ ബാക്കി ആരും കാണുന്നില്ലല്ലോ. ഇതിപ്പോൾ നൈറ്റ് ഡ്രൈവിന് എല്ലാവരും വിളിച്ചിട്ട് ഈ ഡ്രൈവ് പോകാൻ ആളില്ലാത്ത അവസ്ഥയായോ എന്ന് അറിയത്തില്ല. എന്തായാലും ഈ സിവിക്ക് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് 2 പേരെങ്കിലും ഉണ്ട്. പിന്നെ മാസ്കിനെ ഞാൻ വിളിച്ചായിരുന്നു. മാസ്ക് വരുമോ ഇല്ലോ എന്ന് അറിയത്തില്ല. ഈ രാത്രിയുള്ള റൈഡായതുകൊണ്ട് അവൻ വരാൻ ചാൻസ് കുറവാണ് കേസ്. എന്തായാലും നമുക്ക് നോക്കാം. പോകുന്ന വഴിക്ക് അങ്ങനെ അവന് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് ഇരട്ടെ. നമ്മൾ 2 പേരും കേസ് കുറച്ച് നേരമായി റോഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ഈ മച്ചാൻ എന്നോട് പറഞ്ഞത് എല്ലാവരും പോയെന്നാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആണെങ്കിൽ റൂമിൽ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കേസ് എല്ലാവരും ഓട്ടോ ബാക്കായിട്ട് ആ സിറ്റി 1 എങ്ങാനും പോയി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ പോയിട്ട് കാർ എടുത്ത് നേരെ സിറ്റിയിലോട്ട് പോയിനി. 2000 years later. യെസ്, ഞാനിപ്പോൾ അവിടെ കയറി ഫ്യൂവലെല്ലാം അടിച്ചിട്ട് ഫുൾ ടാങ്ക് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ ബേക്കിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എങ്ങാനും നമ്മുടെ വൾപക്സ് നിൽക്കുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഒന്ന് പോയി നോക്കട്ടെ. ആ പാളച്ച അങ്ങനെ ആയിരിക്കും മിക്കവാറും. പിന്നെ ഈ വീഡിയോ വരെ കണ്ട് ലൈക്ക് അടിച്ചില്ല ഗൈസ്. ഇപ്പോഴത്തെ ഒരു ലൈക്ക് അടിക്കുക. 200 നമ്മൾ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ആണ് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. നമ്മുടെ വൾപക്സ് അതാണ്ട് ഫ്രണ്ടിൽ കാർ നിർത്തിയിട്ട് അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഓട്ടോ ബാക്ക് സീന് കാരണം ഗൈസ് എല്ലാവർക്കും ഒന്നിച്ച് പോകാൻ പറ്റുന്നില്ല. ഇത് ഞാൻ വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടിയോ? ഫോണത്തെല്ലാം ബുക്കിട്ട് ഇവിടെ നിർത്തിയിട്ടേക്കണേ. ഇല്ല, സീരൊന്നും ഇല്ലെന്ന് തോന്നുന്നു, വെറുതെ വെക്കുന്നതായിരിക്കും. അതായത് വൾപക്സ് നേരെ പോയിട്ട് കാറിലോട്ട് കയറിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ നേരെ പോവാം. എൻ്റെ ഒരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ സുമതി വളവിലോട്ടാണ് പോണത്. സുമതി വളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മൗണ്ടൈൻ കയറിയിട്ട് ആ ഒരു റോഡായിരിക്കും പോകണത്. അതുകൊണ്ട് വല്ല സീനും വരുമെന്നാണ്. ഞാൻ എന്തായാലും ഈ റെഡ് കളർ കാർ എടുത്തുകൊണ്ടാണ് ഈ പോകണത്. അങ്ങോട്ട് പോകുമ്പോൾ ഈ ബ്ലാക്ക് കളർ കാർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് റെഡ് കളറൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. ഇനിയിപ്പം നേരെ വല്ല സീ വരുമോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഇതാണ്ട് ഇവരൊക്കെ ഫ്രണ്ടിൽ കയറി പോകുന്ന കാണുമ്പോൾ ഒരു രസമുണ്ട്. ഇതിപ്പം വൾപക്സ് ലോ ആക്കിയല്ലോ. ഇപ്പം ഞാൻ ഫ്രണ്ടിലായിട്ടുണ്ട്, കുഴപ്പമില്ല. മച്ചാൻ ഫ്രണ്ടിൽ കയറി പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ബേക്കിൽ പോവാം. ആ മച്ചാൻ സ്ലോ ആക്കുവാണോ എന്നൊരു സംശയം ഉണ്ടല്ലോ. ആ മച്ചാൻ സ്ലോ ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ടിൽ തന്നെ കയറി പോകും. ഇവർക്ക് റോഡ് അറിയാത്തതുകൊണ്ടായിരിക്കും. ഞാനെങ്കിൽ മൗണ്ടൈനിലോട്ടാണ് പോകേണ്ടതെന്ന് പറയാൻ വിട്ടുപോയി. നമുക്ക് ആ റോഡിലോട്ട് കയറാം, അന്നേരം അവർക്ക് മനസ്സിലാവില്ല. കാരണം മറ്റേ സിവിക്കും കൊണ്ട് ആ പോയ പോയിക്ക് അത് അങ്ങ് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിനെ പിടിക്കാൻ നോക്കാം. ഈ ഒരു കാരണം ഫാസ്റ്റ് ഗിയർ ബോക്സ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഗിയർ മാറി മാറി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ആരും നമ്മുടെ സിവിക്ക് എടുത്താലോ എന്ന് ആലോചിച്ചാണ് കേസ്. പിന്നെ എപ്പോഴും നമ്മുടെ ഈ സിവിക്കും കൊണ്ട് തന്നെയല്ലേ നടക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഈ ഒരു കാർ എടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ച്
എപ്പോഴും ഒരേ കാറിൽ പോകുന്നതിനേക്കാളും നൈസാണല്ലോ ഇത് വേറെ വേറെ കാറൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങണം. ആ ഫ്രണ്ടിൽ പോയ മച്ചാനാണെങ്കിൽ നേരെ പോകുമെന്ന് അറിയത്തില്ല, നേരെ അങ്ങോട്ട് വളച്ചിട്ട് നമ്മളെ മൗണ്ടൈനിലോട്ട് കയറണമായിരുന്നു. ഗൈസ് മൗണ്ടൈനിലോട്ട് തന്നെ പോകുന്നത്, ഏതാണ്ട് അവർ പോകുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് മനസ്സിലായോ? അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നേരെ മൗണ്ടൈനിലാണ് പോകേണ്ടതെന്ന്. ഇതിൽ നമുക്ക് ഇവിടെ നേരെ തിരിച്ച് നമ്മുടെ മൗണ്ടൈനിലോട്ടുള്ള റോട്ടിലോട്ട് കയറാം. എനിക്ക് കുറച്ച് പേടിയുണ്ട് ഗൈസ്. ആരും ബ്ലാക്ക് കളർ കാറും കൊണ്ടൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് സീനൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്താണ്ട് ഇത് വൈറ്റും ഇത് ബ്ലൂ ആണ് ഗൈസ്, പിന്നെ ഞാൻ റെഡ് കളറുമാണ്. അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. നമ്മുടെ മൗണ്ടൈനിലോട്ടുള്ള ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട് ഏതാണ്ട്. ഹലോ അണ്ണാ, കേൾക്കാവോ? നാളെ മാസ്കേ കേൾക്കാം, നീ പറഞ്ഞോ. അണ്ണാ ഞാൻ പിന്നെ രാത്രി വെറുതെ ഇരുന്നിട്ട് അങ്ങ് ഉറക്കവും വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചു. നിങ്ങൾ എങ്ങോട്ടാ പോണത്? നമ്മൾ നേരെ മൗണ്ടൈനിലോട്ട് പോയിക്കൊണ്ടിരിക്കും, അവിടെ വല്ല ക്യാമ്പ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. നീ എവിടെ ഉള്ളത്? ഞാനിവിടെ സിറ്റി കണ്ടുവരുന്നുണ്ട്. അണ്ണന് വല്ല പ്രാന്താണ് രാത്രി മൗണ്ടൈനിലോട്ട് പോവാൻ. അണ്ണൻ അറിയാവുന്നില്ല അവിടെ സുമതിവളം ഉണ്ടെന്ന്. എന്നിട്ട് ഇത് എന്നാ വിശ്വസിച്ചോണ്ടെങ്കിൽ നേരെ രാത്രി മൗണ്ടൈനിലോട്ട് പോണേ. എടാ നമ്മൾ സുമതി വളവിലോട്ട് കയറുന്നില്ലടാ, നമ്മൾ നേരെ ഇവിടെ എത്തുന്നതിന് മുമ്പ് നേരെ മേളിലോട്ടൊരു ഇതുണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് പോകണം. മറ്റേ അന്ന് നമ്മൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇന്ന് നമ്മൾ ട്രിപ്പിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട്. മറ്റേ കുറെ റോഡൊക്കെ ഉള്ളതാണോ? നേരെ പ്ലെയിൻ ക്രാഷിലോട്ടും മറ്റേ ഇതിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്, എന്നിട്ട് നേരെ മേളിലും മലയിലോട്ടും കയറണം, അങ്ങോട്ടാണോ? അത് തന്നെ, ഞാനിത് നേരെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കയറുന്നോടത്ത് അങ്ങനെ നിർത്തിയിടാം, നീ വേഗം പോര്. എന്നാൽ ഞാനിത് അതേ എത്തി. ഫുൾ സ്പീഡിലാണ് ഞാൻ വരുന്നത്. മറ്റേ വലിയ ഓഫ് റോഡിന്റെ വലിയ ജീപ്പെല്ലാം എടുത്തോണ്ടാട്ടോ വരുന്നത്, നമ്മളന്ന് പുതിയതെടുത്തത്. അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. നീ അത് എടുത്തിട്ട് പോയിട്ട് പിന്നെ വല്ല വർക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നു അതിനകത്ത്? വലിയ വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അത് പിന്നെ എങ്ങാനും വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുക. നിങ്ങൾ നേരെ മലയിലോട്ട് കയറിക്കും, ഞാനങ്ങ് വന്നോളാം. എന്നാൽ നീ ഇങ്ങ് പോര്, ഞാനെന്നാൽ പിന്നെ നേരെ മേളിലോട്ട് കയറാൻ വേണ്ടി നോക്കട്ടെ. ഇവിടെ 2 പേര് ബേക്കിൽ നിന്ന് ആരോ വരുന്നുണ്ട്, അതാരാണ്? വൾപക്സ് വല്ലതും ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനങ്ങ് മേളിലോട്ട് കയറാൻ വേണ്ടി പോകും. എനിക്ക് റോഡിലാ. നീ വന്നല്ലോ. അല്ല മാസ്ക്, നീ വന്നിട്ട് എന്താണ് കാണിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പറന്ന് നിൽക്കുന്നത് നീ. അതാ എടാ ഇതെന്നെ നീ കാണിക്കുന്നേ? എന്നാണ് ഞാൻ നോർമലായിട്ടാണല്ലോ വരുന്നത്. എടാ നിന്നെ പക്ഷെ നോർമലായിട്ടല്ല ഇവിടെ കാണുന്നത്. എടാ ഈ സുമതിവളം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും കൂടെ കൂടുകൂടാ, അല്ലെങ്കിൽ അത് മാത്രമാണോ? അണ്ണാ അത് ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ അണ്ണാ. ആ ഒരു ഏരിയയുടെ നേരെ മേളിലോട്ടും ആ റോഡ് വരെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ടൊന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. പക്ഷെ നീ ഒരുമാതിരി എന്തോ പോലെയൊക്കെ കേട്ടോ ഓടെ. നീ വരേക്കും കയറി പോവാ, ഞാൻ എന്തായാലും നേരെ മേളിലോട്ട് കയറി പോവാ. അല്ല അണ്ണാ, ഞാൻ വരുന്നതിനിപ്പോൾ എന്നെ കുഴപ്പം, ഞാൻ നോർമലായിട്ടാണല്ലോ ഓടിച്ചോണ്ട് വരുന്നത്. എടാ ഇതിനകത്ത് നീ പറന്ന് നിൽക്കും, അങ്ങോട്ടൊന്ന് പോകും ഇങ്ങോട്ടൊന്ന് പോകും, പെട്ടതോട്ടം ഇങ്ങനെ വരും. അന്ന് നമ്മൾ സുമതി വളവ് മണ്ണ് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഓർമ്മയില്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നീ പറന്ന് നിൽക്കുക. അതെണ്ണ വല്ല എന്തെങ്കിലും വില കുഴപ്പമൊന്നുമില്ല ആയിരിക്കും, അതൊന്നും നോക്കണ്ട. എന്തായാലും എണ്ണ നേരെ മേളിലോട്ട് കയറി വിട്ടോ. ഞാനിത് ബേക്കിൽ തന്നെ വരുന്നുണ്ട്. ബേക്ക് അവിടെ മേളിൽ വല്ല ടെൻ്റ് അടിക്കാൻ വല്ല സെറ്റപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എടാ അവിടെ ടെൻ്റ് അടിക്കാൻ സ്ഥലമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അന്ന് വന്നപ്പം ടെൻ്റൊക്കെ ഇല്ലായിരുന്നോ? ആ ടെൻ്റൊക്കെ അവിടെ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അന്ന് എടുത്തിട്ട് പോയിട്ടുമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് സുഖമായി അവിടെ തന്നെ നിൽക്കാനുള്ള ഇതും ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വേറെ വല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. ഇപ്പോൾ ഒന്ന് ഇവിടെ പോയി നോക്കട്ടെ ഞാൻ. ഇവിടെ വന്നിട്ട് ടെൻറ്റ് ഇവിടെ അല്ലേ നേരെ മേളിലോട്ട് ഇനിയുണ്ട്. ഞാനാണെങ്കിൽ അവിടെ എത്തിയെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. ഇതാണ്ട് ഇതും കൂടെ ഉള്ളതാണ് കേട്ടോ. നമ്മളപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൽ കാണുന്നതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോണ സ്ഥലം. വെറുതെ പ്രാന്ത് കേട്ടോ, വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. വെറുതെ രാത്രി ഇങ്ങോട്ട് ഇറങ്ങിയേക്ക്. ഇതാണ്ട് ഇവിടെ 2 ടെൻ്റ് ഉണ്ട്. ഇതാണ്ട് ഇവിടെ ഫുള്ള് ടെൻ്റ് ഉണ്ട് കേട്ടോ. അണ്ണൻ്റെ ഓരോ പ്രാന്തല്ലേ, രാത്രി ആകുമ്പോൾ ഓരോ ഇതെന്ന് പറഞ്ഞിട്ട് വന്നേക്കുക. എന്തായാലും അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ നിന്ന് നോക്കാം. രാത്രി ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോൾ രാവിലെ നമ്മളെല്ലാവരും ജീവനോടെ ഇവിടുന്ന് പോയാൽ മതി. നീ ഒന്നും മിണ്ടായിരുന്നടാ, വന്നിട്ട് അവന് നെഗറ്റീവ് തുടങ്ങി. അല്ല ഞാനിനെ ഒന്നും പറയുന്നൊന്നുമില്ല. പൊതുവെ അങ്ങനെയാണ് ഈ മൗണ്ടൈന് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നും പറയുന്നില്ല, എല്ലാം വരുന്നിടത്ത് ചാണം. നീയായിട്ടൊന്നും പറയുകയൊന്നും വേണ്ട, ഇങ്ങോട്ട് പോകാം. നമുക്കിവിടെ തീ കത്തിക്കാനുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പ്. ഇവിടെ ആയിട്ട് തീ കത്തിച്ചിട്ട് ഇതിൻ്റെ വീട്ടിൽ അങ്ങനെ കുറച്ച് പേര് ഇരിക്കാം. അവിടെ നമ്മളായിട്ട് തീ കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല അണ്ണാ, തന്നെ തീ കത്തിക്കോളും. കുറച്ച് നേരം ഒന്ന് നിൽക്കുക കേട്ടോ, ഞാനിത് അവിടെ എത്താറായിട്ടുണ്ട്. എടാ നീ വരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, കണ്ടോ? എൻ്റെ അണ്ണ ഞാൻ ഭയങ്കര നോർമലായിട്ട് തന്നെയാണ് വരുന്നത്. ഇതാണ്ട് ഞാൻ ഇവിടെ നിർത്തിയിട്ടിട്ട് ഇതാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇന്ന് അണ്ണനെ കാണുന്നില്ല. എടാ എന്തൊക്കെ കുഴപ്പമില്ലടാ, നീ ഇപ്പോൾ ഇതാണ്ട് മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരാവേ. ഇല്ല ഈ സൗണ്ട് പിന്നെയും തുടങ്ങി അങ്ങനെ തന്നെ. പക്ഷെ നമ്മുടെ വൾപക്സ് ഡ്രിഫ്റ്റ് അടിച്ചിട്ട് അതാണ്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അവിടെ നിന്ന് ഡ്രിഫ്റ്റ് അടിച്ച് വരുന്നതാണ്. ഞാൻ ഒന്ന് വിട്ട് മാസ്കിനൊന്നും കൂടെ നോക്കട്ടെ. മാസ്ക് അവിടെ അനങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അണ്ണ എനിക്കിപ്പോൾ എന്നാ അണ്ണ കുഴപ്പം? ഞാൻ മര്യാദ നിങ്ങളെപ്പോലെ തന്നെ വണ്ടി എടുത്തിട്ട് വന്നേക്കുന്നത്. എന്നിട്ട് ഇതാണ്ട് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് വാ. ഞാൻ അവിടെ നിൽക്കുക, ഞാനൊന്ന് അങ്ങോട്ട് വരാം. വയസ്സ് അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവൻ എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത്? ഇപ്പം എനിക്ക് കോള് പോലും വന്നിട്ടില്ല, പക്ഷെ പെട്ടെന്ന് സംസാരിക്കുന്നുണ്ട് ഇവൻ. അണ്ണന് കോളൊക്കെ വന്നെന്ന്. അണ്ണൻ കോൾ എടുത്തിട്ടല്ലേ എന്നോട് സംസാരിക്കുന്നത്? അണ്ണൻ എന്നാണ് പ്രാന്തായോ രാത്രി ഇറങ്ങിയിട്ട്? രാത്രിയിലൊക്കെ അവിടെ കിടന്ന് നല്ല വർക്കൗട്ടെല്ലാം എടുത്തിട്ട് കടന്നുറങ്ങണ്ടേ? എന്തായാലും ഇവിടെ നിന്നിട്ട് കുറച്ച് വർക്കൗട്ടെല്ലാം എടുത്തിട്ട് കടന്നുറങ്ങാൻ നോക്കാം. എവിടെ നിൽക്കുന്ന? ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് ഇവിടെ നിൽക്കുവാണോ? അവിടെ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നിൽക്കുക. ഇത് മൊത്തം ചെളിയായല്ലോ മാസ്ക്. ഇതാണ്ട് മാസ്ക് എന്ന് എഴുതിയേക്കുന്ന രസമുണ്ട് കേട്ടോ. ഒരു ഷാർക്കൊക്കെ വന്നിട്ട് മാസ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു ഭയാനകമാണല്ലോ. അതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിക്കും ഭയാനകം ആയിക്കോളും. എന്തായാലും കുറച്ച് നേരം കൂടെ നിൽക്ക്. എടാ നീ ഇത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ വരുന്നുണ്ടോ? നമുക്ക് ഈ മല കയറാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഈ മല കയറിയിട്ട് ഈ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ കേട്ടോ. ഈ രാത്രി മല കയറാനൊക്കെ പ്രാന്താണ്. എന്തായാലും കുഴപ്പമില്ല. ഇത് തന്നെ ഇവൻ്റെ ബാഗാണെന്നാണ് ഇവൻ പറയുന്നത്. ഇത് നോക്കട്ടെ ഈസ് ഇവൻ്റെ ബാഗായിരുന്നു കേട്ടോ ഇത്.
ഇവനിവിടെ വെച്ച് മറന്നു പോയതാണെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പോകുമ്പോൾ എടുത്തോണ്ട് പോകാൻ പറയാം. അപ്പോൾ നമ്മൾ ഈ മലയൊക്കെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്ത് നേരെ താഴോട്ടിറങ്ങി വരാം. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ, നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ കണ്ടോ ഒടുക്കത്തെ വ്യൂ ആണ് ഈ രാത്രി ഇവിടെ വന്നിട്ട് ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ. പിന്നെ ആ ഒരു ജീപ്പിന് എന്തോ സീനുണ്ടല്ലോ ഇത്, ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്. ഈ മാസ്കിന് എന്തൊക്കെയോ ഒരു കുഴപ്പമുള്ള പോലെ കണ്ടോ. ഇതെന്താണ് എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട് മാസ്കിന്. മാസ്ക് പക്ഷെ കടന്നുറങ്ങുവാന്നാണ് എന്നോട് നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പം പെട്ടെന്ന് എണീറ്റിട്ട് ഇങ്ങോട്ട് വരുമോ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. മാസ്കിന് എന്തോ കുഴപ്പമുണ്ട്. എന്തായാലും ഞാൻ താഴോട്ടിറങ്ങി പോട്ടെ. കേസ് ഇപ്പോൾ ക്യാമ്പ് അടിക്കാൻ വേറെ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് വൾപക്സ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതാണ്ട് മാസ്ക് പിന്നെയും തേണ്ട അങ്ങനെ തന്നെയാണ് അതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, വന്നപ്പോൾ തൊട്ട് ഇത് തന്നെയാണ് അവസ്ഥ കേസ്. എന്നാലും കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും സീനായിരിക്കും. ഇപ്പോൾ കേസ് ഇവൻ പോകുന്നത് സുമതി വളവിലോട്ടാണ് ഇവൻ പോകുന്നത്. ഇവൻ തന്നെ വല്ല പ്രാന്താണോ കേസ്? ആ വൾപക്സ് ഞാൻ സുമതി വളവിലോട്ടാണ് ഈ ക്യാമ്പ് അടിക്കാൻ കൊണ്ടുപോകുന്നത്. അതാ പോന്നാ കേസ് ഇവനെന്തോ പ്രാന്താണ് കേട്ടോ. ഞാൻ സുമതി വളവിലോട്ട് കയറി പോകുന്നത് ക്യാമ്പ് അടിക്കാൻ. അവനോട് ഞാൻ അങ്ങോട്ട് പോവല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേസ്. അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു വരുമോ നോക്കട്ടെ. ആ സുമതി വളവിലേക്കോട്ടൊക്കെ പോയിട്ട് ക്യാമ്പ് അടിക്കുന്നതിലും വേറെ വീട്ടിൽ കിടന്നുറങ്ങുന്നിരിക്കും. ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ കേസ്. അവൻ തിരിച്ചു വരുന്നുണ്ട്. ഇവനെല്ലാം അറിഞ്ഞിട്ട് കേസ് പോകുന്ന നേരെ സുമതി വളവിലോട്ട് ക്യാമ്പ് അടിക്കാൻ പോകും. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഇതാ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവിടെ ചിരിക്കുക. ആർക്കും അറിയത്തില്ലെന്ന് തോന്നി ഈ സുമതി വളവിനെ പറ്റി. ഇവിടെ അധിക നേരം അങ്ങനെ നിൽക്കുന്ന അത്ര നല്ലതൊന്നും അല്ലായിരിക്കും. അപ്പം നമ്മുടെ അടുത്ത് ആരുടെ അടുത്തും ബ്ലാക്ക് കളർ കാറൊന്നും ഇല്ല കേസ്. അതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ. അപ്പോൾ സംഭവം ഉള്ളത് തന്നെ ആയിരുന്നില്ല. ഈ ബ്ലാക്ക് കളർ കാറൊക്കെ കാണുമ്പോഴാണ് തോന്നുന്നു ഇവിടെ സീനൊക്കെ ഉണ്ടാവണേ. ഇപ്പോൾ വെറുതെ അല്ല മാസ്ക് പോയോ അത് ഞാൻ എപ്പോഴായിട്ട് ശ്രദ്ധിച്ചേ. നമ്മളോട് ഇത്ര നേരം വന്ന് മാസ്ക് കണ്ട് മിണ്ടാതെ പോയിട്ടുണ്ട്. എവിടെയൊക്കെ എന്തോ കുഴപ്പമുണ്ടല്ലോ. ഞാൻ എന്തായാലും പോയിട്ട് ഇവിടെ എടുത്ത് ഫുഡ് കഴിക്കാൻ സ്ഥലമുണ്ട്. തീൻ്റെ ഈ സുമതി വളവിൻ്റെ ആ മതിലിൻ്റെ നേരെ അപ്പുറത്ത് തന്നെയാണ്. അങ്ങോട്ടൊന്ന് പോവുക. ഈ രാത്രിക്കൊക്കെ അവിടെ ഫുഡ് കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല. അവിടെ ഫുഡ് കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് അങ്ങനെ തിരിച്ചു പോവാം. ഇനിയിപ്പോൾ ഇവിടെ ക്യാമ്പ് അടിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ വല്ല സ്ഥലത്തോട്ടും പോയാൽ മതിയായിരുന്നില്ലേ നൈറ്റ് ഡ്രൈവ് ഒന്നും പറഞ്ഞിട്ട്. നമ്മുടെ കൂടെ ഒരു മച്ചാനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. മച്ചാനും നമ്മുടെ കൂടെ കയറുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് നേരെ ആ മൗണ്ടൈൻ്റെ മേളിൽ നിന്ന് നമ്മുടെ കൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മച്ചാനെ കൂട്ടുന്ന നമുക്ക് നേരെ കയറി പോവാം. അവിടെ ഫുഡ് ഉണ്ടോ എന്ന് കയറി നോക്കട്ടെ. എന്നിട്ട് ഫുഡ് ഇല്ലെങ്കിൽ നേരെ നമുക്ക് സിറ്റിയിലോട്ട് പോവാം. അവിടെ എന്തായാലും ഉണ്ടാവും. ഇവിടെ ആൾക്കാരും ഇല്ലെന്നാണല്ലോ തോന്നുന്നത്. ഒരു കാറൊക്കെ കിടക്കുന്നുണ്ട്, ആളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ആയിട്ട് അങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം. ഗൈസ് ഇതിൻ്റെ അകത്തൊന്നും ഒറ്റ മനുഷ്യരില്ല കേട്ടോ. നോക്കിയേ, ഒരാൾക്കാർ പോലും ഒന്നുമില്ല. ഇവിടുത്തെ സ്റ്റാഫുകളും ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ആരും വന്നിട്ടുമില്ല. സാധാരണ ഈ ടൈമിലൊക്കെ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ ആൾക്കാരുണ്ടാവേണ്ടതാണ്. കണ്ടോ, ഒറ്റ ആൾക്കാരും ഇല്ലല്ലേ. ജനലിൻ്റെ അങ്ങോട്ടൊന്നും ഞാൻ നോക്കുന്നില്ല കേസ്. അവിടെ നിന്ന് ആരെങ്കിലും ചാടി വന്നാലോ. ഈ ഡോറ് തുറക്കണ്ട, വേണ്ട ഡോറും തുറക്കണ്ട. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല കേസ്. ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മൊത്തത്തിൽ കേസ് ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതോ കേട്ടോ തോന്നുന്നു. ഞാൻ എന്തായാലും ഇവിടെ നേരെ പോട്ടെ. കാർ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകാൻ നോക്കുവാണ് കേട്ടോ. ഇങ്ങോട്ടൊന്നും ആരും വരണ്ട കേട്ടോ. രാത്രി രാവിലെ വലിയ സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ മാസ്ക് ആണെങ്കിൽ പറയാതെ പോയിട്ടുണ്ട്. അവൻ പോകുന്ന പോലും ഞാൻ കണ്ടില്ല കേസ്. നമ്മുടെ പുറകെ വന്നിട്ട് പെട്ടെന്ന് കാണാതെ പോയി. ഞാൻ എന്തായാലും നേരെ കാറിലോട്ട് കയറട്ടെ. ഞാനിപ്പോൾ ഈ മച്ചാനും കൂട്ടാതെ പോയാലും കേസ്. ഈ വെച്ച കാറൊന്നും എടുത്തിട്ടില്ല, എൻ്റെ കൂടെ വന്നതായിരുന്നു. എന്തായാലും മച്ചാനും കൂടെ കൂട്ടിയിട്ട് നമുക്ക് പോകും. അപ്പോൾ വൾപക്സ് വേറെ സ്പോട്ടുണ്ട്, സുമതി വളവൊന്നും അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. നല്ല സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. കുറച്ച് ഇവിടെ നിന്ന് മാറി എങ്ങോട്ടെങ്കിലും പോവാം കേസ്. ഇതിൻ്റെ അടുത്തൊന്നും നമ്മളവിടെ നിൽക്കുന്നില്ല. അത് തന്നെ, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഇവിടെ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആവാതെ എന്തെങ്കിലും വന്നിട്ട് ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടുപോകും. ഈ രാത്രി ഒന്നും ആരും വരില്ല. ഇവിടെ ഒന്നും കണ്ടോ ഒറ്റ ആൾക്കാരെ കാണുന്നില്ല. അതിന് ഈ രാത്രി ഇവിടെയൊക്കെ വന്നിട്ട് ഫുഡെല്ലാം കഴിക്കണ്ടല്ലേ. രാത്രിയൊക്കെ നല്ല ആൾക്കാരൊക്കെ വരേണ്ടതാണ് സാധാരണ. ഇപ്പോൾ സിറ്റിയിലൊക്കെ പോയി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു സുമതി വളവിൽ കൂടെയാണ് തിരിച്ചു പോകേണ്ടത്. എന്തായാലും നമുക്ക് നല്ല സ്പീഡിൽ അങ്ങ് പോകുന്നു. നോക്കണ്ട, ഇങ്ങോട്ട് നോക്കണ്ട കേസ്. ഇവിടെ വേറെ സീനൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്പ്യൂട്ടർ ആക്സിഡൻ്റ് ആയി. അവനവിടെ നിന്ന് ആ കാർ എടുത്തിട്ട് പെട്ടെന്ന് വന്നോളൂ എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അങ്ങ് പോട്ടെ കേട്ടോ. അവിടെ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അവനെന്തായാലും കാർ എടുത്തിട്ട് വരുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കേസ് അങ്ങനെ നമ്മൾ മൗണ്ടൈനിൽ നിന്നെല്ലാം കുറച്ച് മാറി കേസ് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ കുറച്ചൊരു മലയാണ്, പക്ഷെ അത്രയും വലിയ മലയൊന്നുമല്ല. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ സൈഡിലോട്ട് അങ്ങനെയായിട്ട് പാർക്ക് ചെയ്യാം. ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം അങ്ങനെ ഉണ്ടോ എന്ന് തോന്നുന്നു. ഇതിന് വൾപക്സ് താഴോട്ടിറങ്ങി പോകുന്ന ഈ വൾപക്സ് താഴോട്ടിറങ്ങി പോയ വഴി നമുക്കൊന്ന് പോകാൻ നോക്കാം. എന്നെ ഇവൻ ഇതിലായിട്ട് തിരിച്ചതിലേ പോകാനായിരുന്നോ, അടുത്ത് താഴോട്ട് വല്ല ഇറങ്ങി പോകാനായിരിക്കും. നേരെ പോയിട്ട് കേസ് അവിടെ ഒരു ടെൻറ്റ് കാണുന്നുണ്ട്, അങ്ങോട്ടേക്ക് എങ്ങാനും കൊണ്ട് നിർത്തിയിടാം. എന്നിട്ട് ഈ ഇവിടെ അങ്ങനെ സ്റ്റേ ചെയ്യാൻ കേട്ടോ. ഇത് നല്ല സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഇവിടെ വലിയ സീനൊന്നുമില്ല. ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ ഞാൻ. ആ മച്ചാനും കൂടെ അങ്ങ് ഇറങ്ങുവാണെങ്കിൽ മച്ചാൻ എനിക്ക് തന്നെ ഇരിക്കണോ? ഓക്കെ, അത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കാറ് ലോക്കാക്കിയും കേടാം. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങാനും നമുക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും. ഇവിടെ കേസ് 2 ടെൻ്റ് ഉള്ളല്ലോ. നമ്മളിപ്പോൾ എത്ര പേരുണ്ട്? നമ്മളിപ്പോൾ 3 പേരുള്ളൂ കേട്ടോ. എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ 3 പേർക്ക് കേസ് ഇത് മതിയാവും. ഇനി എന്തെങ്കിലും കേസ് ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പോകുന്നുള്ളൂ. ഇവിടെയാണ് മാസ് ഡ്രൈവർ എന്നൊക്കെ പറയുന്നത്. ഈ ഇപ്പോൾ ഇത്ര നേരം നമ്മുടെ കൂടെ ഈ മച്ചാനുണ്ടായിരുന്നു. ടോക്സിക് ആണെന്ന് തോന്നുന്നത്. മാസ്ക് ആണല്ലോ കേസ് വിളിക്കുന്ന, ഒന്ന് എടുത്തു നോക്കട്ടെ. എടാ നിന്നെ എല്ലാവരും ഞാൻ വിളിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. നീ പറയാതെ പോയ ഇവിടെ നിന്ന്. ആരെവിടെ പറയാതെ പോയിരുന്നു? അണ്ണ എന്നെ പറയുന്നണ്ട. എടാ നീയല്ലേ ഇപ്പം നമ്മുടെ കൂടെ ഇവിടെ നൈറ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി വന്നത്. എന്നിട്ട് നീ ഇപ്പോൾ പറയാതെ പോയില്ലേ ഇവിടെ നിന്ന്? എൻ്റെ അണ്ണനെ വല്ല തലയ്ക്ക് വല്ല ഭ്രാന്ത് വേണം. ഞാൻ നൈറ്റ് ഡ്രൈവ് അടിക്കാനൊന്നും വന്നിട്ടില്ല. ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു.
എന്നാലും ചുമ്മാ അണ്ണനെ വിളിച്ചു നോക്കാൻ ഓർത്ത്. അണ്ണൻ നൈറ്റ് ഡ്രൈവിന് പോകുന്നു. ഞാൻ ഇപ്പോൾ വരണം അങ്ങോട്ട്. എടാ അപ്പം നീ ഇപ്പം വന്നിട്ടില്ലായിരുന്നോ? ഇല്ല അണ്ണൻ, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അണ്ണൻ പോയെങ്കിൽ ഇപ്പോൾ വെറുതെ വരാമെന്ന് ഓർത്തിട്ടായിരുന്നു. ഇവിടെ വന്നിട്ട് വെറുതെ ബോറടിക്കും. എടാ അണ്ണാ നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ തന്നെ കിടന്നുറങ്ങിക്കോ, ഞാൻ നിന്നെ വിളിക്കാം, കട്ടായിക്കോ. എന്നെ അണ്ണൻ അണ്ണനല്ല ഭ്രാന്താണോ? എന്നാൽ ശരി, രാവിലെ കാണാമെന്ന്. ഗൈസ് അപ്പോൾ നമ്മളോട് ഇത്ര നേരം വന്നത് മാസ്ക് ഒന്നും അല്ലായിരുന്നു. എല്ലാവരും എനിക്കെന്തോ സംശയം ഉണ്ടായിരുന്നു ഗൈസ്, അവൻ തന്നെയാണോ അല്ലയോ എന്ന്. ആ പറച്ചിലും എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവരെല്ലാം കൂട്ടി ഇവിടുന്ന് പോകാൻ വേണ്ടി നോക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു കിള്ളം വീട്ട് കാണാൻ ഗൈസ്, ഇത് മൊത്തം എന്തൊക്കെയോ സീനുണ്ട്. അപ്പോൾ ഗൈസ് രാത്രി ആയാലും മൗണ്ടൈനിലോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റിയ പോലെ നിൽക്കും പറ്റും. അപ്പോൾ അടുത്തൊരു കിള്ളം വീട്ട് കാണാൻ ഗൈസ്, അതായിരിക്കും ബൈ.